അവരുടെ പേരിനെ കുറിച്ച് വിശദീകരിക്കും. My name is Aksa. Aksa means anklet or ankle bracelet. In Bible we can see Aksa is Caleb, daughter of Caleb and the wife of Othniel. In Joshua chapter 15 verse 16 to 19 and Judges chapter 1 verse 11 to 15, Aksa's story is mentioned. Though we can see Aksa very bold character, but very humble in front of father and requesting for her family needs. Matthew 7. That is ask and it shall give. That is ask and it shall give unto you. Let us hold on the promise of God, as Aksa did to her father Caleb. അന്ന എന്ന എൻ്റെ പേരിൻ്റെ അർത്ഥം കൃപ അഥവാ ദൈവപ്രീതി എന്നാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന ഹന്ന പ്രവാചികയുടെ പേര് ഇംഗ്ലീഷ് വിവർത്തനത്തിൽ അന്ന എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ തൻ്റെ ഭർത്താവിൻ്റെ കാലശേഷം 84 വർഷം ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസവും പ്രാർത്ഥനയുമായി രാപ്പകൽ കഴിഞ്ഞു പോന്നു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പ് കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു. സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ ഈ അന്നയ്ക്കും സാധിച്ചു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എനിക്കും ഇടയായി തീരട്ടെ. ആമീൻ. Two Elizabeths are here. Name Elizabeth means God is my earth. We can see Elizabeth as one of the daughters of Aaron and the wife of Zachariah the priest in Luke chapter 1 verses 5 to 18. They are called righteous and blameless people who walked in all the commandments of the Lord. തനിക്കൊരു മാതാവായി തീരാൻ മാനുഷികമായും സാധ്യതയില്ലാതിരുന്നിട്ടും എലിസബത്ത് ദീർഘനാൾ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു. യോഹന്നാൻ സ്നാപകന്റെ മാതാവ് എന്ന വലിയ ഭാഗ്യം എലിസബത്തിനെ തേടിയെത്തിയത് അവളുടെ വിശ്വാസത്തിൻ്റെയും താഴ്മയുടെയും ഫലമായിട്ടാണ്. ദൈവം ഒരുക്കിയ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഹന്നാൻ സ്നാപകനെ ആ മാതാവ് ഒരുക്കിയെടുത്തു. ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഈ പേര് 2 വട്ടം ബൈബിളിൽ കാണുന്നു. ലൂക്കോസ് 1:22 മറിയ എന്ന കന്യകയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് അവൻ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കുമെന്ന് പറഞ്ഞു. ഇതേ കാലം തന്നെ പ്രവാചകനായ യേശാവ് തന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു 33 വർഷം ഇമ്മാനുവേലായി ഭൂമിയിൽ പാർത്തു. ഭാവിയിൽ നാം കർത്താവിനോടുത്ത് കർത്താവ് നമ്മോടുത്ത് ഇമ്മാനുവേലായി പാർക്കും. ഈ പ്രത്യാശകൾ കൊണ്ട് ജീവിക്കാൻ എനിക്കിവിടെയാവട്ടെ. ആമേൻ. കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. ഹന്നയെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പ്രയർ വാരിയർ എന്നാണ്. ശമൂൽ ബാലിനെ പോലെ നമ്മുടെ മക്കളെ വളർത്തുവാൻ വേണ്ടി ഹന്നയെ ഒരു മാതൃകയാക്കി എടുക്കാം. തൻ്റെ എല്ലാ പ്രതിസന്ധികളും ഹന്ന കർത്താവ് യേശുവിനെ മഹത്വീകരിച്ചു. അതിനെ കുറിച്ച് പറയുന്നത് 1 ശമൂവേൽ 1:2 മുതൽ 2:22 വരെയാണ്. തൻ്റെ പ്രതിയോഗിയിൽ തന്നെ വ്യസനിപ്പിക്കുമ്പോഴും തൻ്റെ എല്ലാ സങ്കടങ്ങളും കർത്താവിന് മേൽ പരമേൽപ്പിച്ചു. ആ കർത്താവിൻ്റെ മേൽ നമുക്ക് ശരണപ്പെടാം. ഹന്നയെ പോലെ പ്രാർത്ഥനയിൽ പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Hello, my name is John. Apostle John and John the Baptist are the two main people with the name John. John's name means God is gracious. Apostle John, he was the son of Zebedee and brother of James. He was one of the closest disciples to Jesus. He wrote the Gospel of John, the 3 letters and the Revelation. John the Baptist. Jesus and many others were baptized by John the Baptist, who was giving the baptism of repentance. He was the forerunner of our Lord Jesus Christ. He was one of the strongest and boldest characters of the New Testament. May the Lord also use me for His glory. That's my prayer. I am Jonathan. This is Keith. This is Jonathan means God has given.
We see Jonathan in the first and second book of Samuel. Jonathan is Saul's eldest son, David's faithful companion, Israel's first king who turned from his father's wicked ways and had faith and purity. Jonathan loved his friend David as himself. May God also help Jonathan to love God with purity and devotion. My name Joshua means Jehovah's salvation. Joshua was the leader who led Israel to the promised land after the death of Moses. You can see him in the book of Joshua. We know the story of the 12 spies who went to the promised land, and only two, Joshua and Caleb, stood faithful to God. We must stand for God even if others will not. If we do so, God will bless us and our generation. In Joshua 24 verse 15, the final words of Joshua's challenging statement before us, as he said, "As for me and my house, we will serve the Lord," praying God to enable me to stand for him in any circumstances. എൻ്റെ പേരിൻ്റെ അർത്ഥം രാജ്ഞി എന്നാണ്. ബൈബിളിൽ 2 മിൽക്കന്മാരുണ്ട്. അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാന്റെ മകളും മറ്റൊരു സഹോദരനായ നഹോറിന്റെ ഭാര്യയുമാണ് മിൽക്ക. രണ്ടാമത്തെ ആൾ സെലോഫാദിന്റെ 4 പെൺമക്കളിൽ ഒരാളാണ്. അവർക്ക് സഹോദരന്മാരില്ലായിരുന്നതിനാൽ അപ്പന്റെ അവകാശം പെൺമക്കൾക്ക് നൽകണമെന്ന് മോശയോട് ആവശ്യപ്പെടുകയും മോശ അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. ദൈവം മുൻപാകെ എന്റെ ന്യായം ബോധിപ്പിച്ച് നീതിയുള്ള വിധിക്കായി കാത്തിരിക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. അടിമയിൽ ജനിച്ചു. പേരിന്റെ അർത്ഥം പോലെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് രാജകുമാരനായി വളർന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവജനത്തെ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇസ്രായേലിനെ നയിച്ച മോശയെ നമുക്കറിയാം. പ്രാർത്ഥനയായിരുന്നു മോശയുടെ ഏറ്റവും വലിയ ആയുധം. സൗമ്യതയ്ക്ക് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച മോശ പലപ്പോഴും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വീഴുന്നു. ഈ പേര് നിലനിർത്താൻ ദൈവം എനിക്ക് കൃപ ചെയ്യും. റൂഫസ് എന്ന എൻ്റെ പേരിൻ്റെ അർത്ഥം ചുവന്നവൻ, അതാ ചുവപ്പ് എന്നാണ്. ബൈബിളിൽ രണ്ട് ഭാഗത്ത് ഈ പേര് കാണാൻ സാധിക്കുന്നുണ്ട്. മർക്കോസ് 16:13 കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന ശീമോനെ പറ്റി പറയുമ്പോൾ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പനായ ശീമോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റോമറിൻ്റെ 16:13 കർത്താവിൽ പ്രസിദ്ധനായ റൂഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ദൈവനാമ മൊത്തത്തിനായി ജീവിച്ച് കർത്താവിൽ പ്രസിദ്ധനാവാൻ ദൈവം കൃപ ചെയ്യട്ടെ. We can see Tabitha in Acts 9 verse 36-42. She was known for her charity and good works. Peter raised Tabitha from dead. Disciples, widows and her community was mourning and was sad about Tabitha's death because she was so dear to them. May God help Tabitha to be faithful and well known for serving the poor and needy. I am Timothy Means? means honored by God. Okay. We can see Timothy as Paul's most trusted missionary partner. He was Paul's representative to several churches. Apostle Paul refers him as his own beloved and faithful son. He was a recipient of 2 letters, 1st and 2nd Timothy by Paul, praying God to use Timothy for his glory.